ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ നോക്കാം. ഇന്നത്തെ പത്തരമാറ്റ് 30/8/25 കഥയാണ് കേട്ടോ. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ചാൽ അനി മിസ്സിങ് ആണ് എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ അനിയുടെ മിസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് ഗോവിന്ദനും കനകയും സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു വന്നിട്ട് അങ്ങോട്ട് പറയും, അമ്മ എന്നെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ദേഷ്യം മുഴുവൻ അനിയോട് തീർത്തത്. പിന്നെ അത് കാരണം അവൻ്റെ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് എനിക്ക് ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടില്ല അമ്മേ. അതുകൊണ്ട് ഇനി അനി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ അവനെ ഒന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവനാണെങ്കിൽ വളരെ ലോല ഹൃദയമാണ് അവനെ ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് അവൻ കുടിച്ചിട്ട് പോലും എൻ്റെ മുന്നിൽ വന്നത്. എന്നിട്ട് കൊണ്ട് ജയിലിടാൻ പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതാണ് അവന് ജീവിതത്തിൽ ആദ്യമായിട്ട് കുടിച്ചത് എന്നൊക്കെ പറയണം നന്ദു. അപ്പോൾ കനക പറയാം, എന്ത് ചെയ്യാമോ, എന്താ മോളെ ചെയ്യുക, അതൊരു പാവം പയ്യനായിപ്പോയി. പക്ഷെ നിൻ്റെ ചേച്ചിമാരെ കൂടെ നിന്നെയും കൂടെ അങ്ങോട്ട് അയക്കാൻ ഞങ്ങൾക്കൊട്ടും മനസ്സില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടോ. ഇനി ശരി, എന്ത് പറഞ്ഞാലും അവൻ വരുമ്പോൾ ഇനി ഞാൻ അവനെ ഓടിച്ച് വിടില്ല അമ്മ, എനിക്കത് പറ്റില്ല, എന്നെ കൊണ്ടത് സാധിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേക്കും ഒരു കോൾ വരികയാണ്. കോൾ വരുമ്പോൾ ഫോൺ എടുക്കും. അതെയോ, ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. പറയും, അവനെ കുറിച്ചൊരു ചെറിയ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ അമ്മേ, ഞാൻ വരാമെന്ന് പറയും. ശരി പറയും. അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് പോവുകയാണ് നന്ദു കേട്ടോ. നന്ദു പോയി കഴിയുമ്പോൾ പറയും, പയ്യനൊന്നും പറ്റാതിരിക്കട്ടെ, പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ദോഷം ചെയ്യും. നീ ഇനി അവളെ വഴക്ക് പറയാനും തല്ലാനും ഒന്നും പോകണ്ട, അവൾ ചെറിയ കുട്ടിയൊന്നും അല്ല, അവൾക്ക് അറിയാം അവൾ എന്താ വേണ്ടതെന്നുള്ളത്. ആ ദേഷ്യത്തിനാണ് അവൾ അനിയോ അന്ന് ചീത്ത പറഞ്ഞത് എന്നിങ്ങനെ ഗോവിന്ദൻ കനകയോട് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദേട്ട എനിക്ക് ഭയമാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വേണുവും ഈ അനിയെ തിരഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു സ്കൂട്ടറിൽ പോണത് കാണുന്നുണ്ട് വേണു കാറിൽ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ നന്ദുവിൻ്റെ അത് പോണതിൻ്റെ പിറകെ അയാൾ കാറ് തിരിച്ചു വിടുക. അപ്പോൾ കാമുകിനെ തിരഞ്ഞു പോവുമായിരിക്കും. പിന്നെ എന്തായാലും അവിടെ വെച്ചൊന്ന് പിടിക്കാം അവരെ രണ്ടുപേരെയും എന്നൊക്കെ ഇങ്ങനെ പറയണം. അവൾക്ക് അറിയണ്ടാവും അവൻ അവിടെയാണ്, അങ്ങോട്ട് പോവും, അവളെ പിന്നാലെ തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണുവും നന്ദുവിൻ്റെ പിറകെ വണ്ടി വിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ്, അബിയുടെ റൂമിൻ്റെ കതക് മുട്ടുന്ന ശബ്ദമാണ്. അപ്പോൾ നവ്യ വിളിച്ചിട്ട് അബിയോട് പറയും, ആരോ വാതിൽ മുട്ടുന്നു, തുറക്കുന്നറിയാം. അപ്പോൾ അവരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ പക്ഷേ ഈ നേരത്ത് ധാര എന്ന് പറഞ്ഞിട്ട് അബി പോയി വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ജലജയാണ് നിൽക്കുന്നത്. അപ്പോൾ അറിയാം, എന്താ അമ്മ എന്താ ഈ നേരത്ത് വന്ന് വിളിക്കുന്നത്? എടാ അനിയെ കാണുന്നില്ലടാ, അതിൻ്റെ വിഷമത്തിലാണ് എല്ലാവരും. നിങ്ങളിവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണോ? അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അവനെക്കുറിച്ച് ഒരു വിവരം നന്ദുവിനറിയാം, നന്ദുവിനോട് ചോദിച്ചാൽ മതി അറിയാം. അപ്പോൾ നവ്യ അറിയാം, നന്ദുവിനെ എങ്ങനെ അറിയാം? നന്ദുവിനൊന്നും അറിയില്ല, നന്ദു വീട്ടിൽ കിടന്നുറങ്ങുന്ന നന്ദുവിനെ എങ്ങനെ അവനെക്കുറിച്ച് അറിയാം? എന്നാൽ പിന്നെ അനി അവിടെ തന്നെ ഉണ്ടാവും, അവിടെ അന്വേഷിച്ചാൽ മതി, വേറെ എവിടെയും പോകണ്ട അറിയും. ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല, അനി അവിടെ ഒളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം എന്നറിയും. നിനക്കെന്താ അറിയാം നവ്യെ? ഏട്ടനും അനിയനും ഇപ്പോൾ ഒരേ പാതയിൽ കൂടെ പോണ്. ഏട്ടൻ കല്യാണത്തിൻ്റെ മുന്നേ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി, അപ്പോൾ അതിനെയും കൊണ്ട് വന്നു. ഇപ്പോൾ അനിയനും ഇപ്പോൾ അനാമികയെ കല്യാണം കഴിച്ചിട്ട് അവളെ പിന്നാലെയല്ലേ, വേറൊരു നന്ദുവിൻ്റെ പിന്നാലെയല്ലേ നടക്കുന്നത് എന്നിങ്ങനെ അബി കുറ്റപ്പെടുത്തുക. അപ്പോൾ പറയും, നീ അങ്ങനെ പറയുമൊന്നും വേണ്ട, എൻ്റെ അനിയത്തി അത്ര കാര്യമില്ല, എൻ്റെ അനിയത്തിക്ക് നല്ല മനക്കെട്ടുണ്ട്, അവളുടെ പിന്നാലെ അവനാണ് അവളുടെ പിറകെ നടക്കുന്നത്, അല്ലാണ്ട് നന്ദു അല്ല നടക്കുന്നത്, എനിക്കറിയാം എൻ്റെ അനിയത്തി എന്നൊക്കെ പറയാൻ. അപ്പോൾ പറയും, നിങ്ങൾ കടന്നിങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ആദ്യം അവൻ എവിടെ പോയി എന്നൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ കാണാം നമ്മുടെ അനാമിക അവളുടെ കാമുകന് ഫോൺ ചെയ്യണം. അവർ ഇല്ലടാ, അവൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല, വരാതിരുന്നാൽ ഞാൻ അവൻ്റെ വിധവയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എനിക്ക് കുറേ സ്വത്ത് അടിച്ചു മാറ്റാം, അത് കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നവ്യയും ജലജയും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആരാ മോളെ, അനിയാണോ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചതാണ്, അവനെ കണ്ടോന്ന് ചോദിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയാം, അവൻ്റെ ഒരു വിവരവും ഇല്ല അറിയാം. അവൾക്കറിയണ്ടാവും, അവളുണ്ടല്ലോ പുതിയ SI, അവൾക്കറിയണ്ടാവും അനിയ എവിടെയെന്നുള്ളതെന്ന് പറയും. അപ്പോൾ നവ്യ അറിയും, നീ അങ്ങനെ പറയുന്നത് വേണ്ട, അവൾക്കൊന്നും അറിയില്ല, അവളങ്ങനെ പോകില്ല എന്നൊക്കെ പറയും. പിന്നെ എന്നെക്കാട്ടിലും പിന്നെ ബന്ധാണ് അവൾക്ക് അവനോട്, പിന്നെ അല്ലേ എന്നിട്ട് എന്താണ് എൻ്റെ മുന്നിൽ ഈ നാടകം അഭിനയിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം. അപ്പോൾ നവ്യന് അനാമികയോട് കുറച്ച് മോശമായിട്ട് തന്നെ പെരുമാറും. പറയുമ്പോൾ കാര്യമൊക്കെ ശരി തന്നെയാണ്, നീ എൻ്റെ അനിയത്തി അങ്ങനെ കുറ്റം പറയുകയൊന്നും വേണ്ട, എൻ്റെ അനിയത്തി ആരുടെയും പിറകെ പോകുന്നില്ല, അവനാണ് അനിയാണ് നന്ദുവിൻ്റെ പിറകെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നവ്യയും
നവ്യ ഇങ്ങോട്ട് പോവുക. അപ്പോൾ ജലജി പിന്നെ എന്തൊക്കെയോ കുത്തിത്തിരിമ്പുണ്ടാക്കി അവളിങ്ങനെ സ്ക്രൂ എടുത്തിട്ട് ജലജി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ ആലോചിക്കുകയാണേ. അനാമിക ഇങ്ങനെ പറയാം, എവിടെയെങ്കിലും പോയി തൊലയട്ടെ, എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്താ, അവനെ ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണേ. അത് കഴിഞ്ഞ് നവ്യ വരുമ്പോൾ എന്താണ് നയനയും നവ്യയും കൂടിയാണ് പിന്നത്തെ സംസാരം. അപ്പോൾ പറയും അവനെ കാണാനില്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ പറയും അതൊരു ഏട്ടനും അനിയനും ഒരേ സ്വഭാവം, ഏട്ടൻ്റെ പിറകെ തന്നെയാണ് അനിയനും, രണ്ടാളും കണക്കാ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ ആദ്യം ഇളക്കി വിടുന്നുണ്ട് അബി. അത് കഴിഞ്ഞിട്ടാണ് അബിയും നയനയും നന്ദിയും കൂടെ സംസാരിക്കുന്നത്. അപ്പോൾ പറയും നന്ദു അങ്ങനെ അവൻ്റെ പിറകെ പോവില്ല, ഇവിടെ എല്ലാവരും ഓരോ വിഷമത്തിലാണ്, അതിൻ്റെ അങ്ങനെ നന്ദു പോവില്ല, എന്തായാലും ചേച്ചി ഒളിഞ്ഞു തെളിഞ്ഞ് അവൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിലും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയും എന്താണ് എല്ലാവരും സൽസ്വഭാവികളാണ്, ആദർശേട്ടനും എന്താണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ ഒരു കുഞ്ഞ് ഉണ്ടായി, ഇപ്പോൾ അനിയും അങ്ങനെ തന്നെയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നയന ചീത്ത പറയും. അപ്പോൾ നയന പറയും ഇതിനൊക്കെ മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഈ ഒരു കുടുംബത്തൊരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ആദർശേട്ടനും ശ്രദ്ധിക്കുന്നത്, അത് ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയും. എനിക്കിതിനൊക്കെ നല്ല മറുപടി പറയാൻ അറിയാം കേട്ടോ എന്ന് പറയും. നീ എന്തിനാ അയാൾ ഇത്രയും സഹിക്കുന്നത്, നിനക്കെന്ത് കാര്യമുണ്ട്, നിനക്കൊരു ജീവിതമല്ലേ, ഒരു കുഞ്ഞു പോലും നിനക്കില്ല, അപ്പോൾ അയാളുടെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിനെയും കൊണ്ടാണ് ഇപ്പോൾ നീ നടക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അനക്കെന്നോ നാളെ പിന്നെ അസുഖങ്ങളൊക്കെ മാറി എഴുന്നേറ്റ് ഇവിടെ വരുമ്പോൾ നീ വെറും പുറത്താവും, അത് നീ മറക്കണ്ടെന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല ചേച്ചി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട എന്നൊക്കെ പറയും. സത്യാവസ്ഥകളൊക്കെ എന്താണെങ്കിലും ഞങ്ങൾക്ക് എന്താണെന്നറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും പുറത്ത് പറയാത്തതെന്നുള്ളത്, അത് ചേച്ചി മനസ്സിലാക്കണം എന്നൊക്കെ പറയും. ഒക്കെ ആദർശ് വരും. ആദർശ് വന്നിട്ട് ചോദിക്കും ഇവിടെ അനിയനെ കാണാത്ത വിഷമത്തിലിരിക്കുകയാണ് എല്ലാവരും, അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് തർക്കത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ നവ്യ പറയും പിന്നെ ഈ അനിയനെ കാണാതായതിപ്പോൾ നന്ദുവിൻ്റെ പിറകെ നിന്നാണല്ലോ എല്ലാവരും പറയുന്നത്, അപ്പോൾ ആദർശേട്ടനും അനിയൊക്കെ കണക്കല്ലേ സ്വഭാവം എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ശരിയല്ല, പക്ഷേ വേറെ സംസാരിച്ച് എനിക്കൊക്കെ വല്ലതും വിട്ട് പറയേണ്ടി വരും, അതുകൊണ്ട് പോകാൻ നോക്കുക അറിയും. അങ്ങനെ നവ്യ അങ്ങോട്ട് പോവുകയാണ്. നയനി എന്താ ചെയ്യുക, എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, അപ്പോൾ ആദർശേട്ടനെ അതിന് കുറ്റം പറയുന്നത് അറിയും. അവിടെ പറഞ്ഞോട്ടെ നമ്മളുടെ ഇത് വിട്ട് കൊടുക്കേണ്ട അറിയാം. അപ്പോൾ പറയും ഇത് എത്ര വെച്ചിട്ട് സഹിക്കുക, ഇനി നിവർത്തിയിലേക്ക് പറഞ്ഞു പോകും ഞാൻ ഇങ്ങനെ പറയുകയാണ് നയന ആദർശിനോട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് നന്ദു കയറി ചെല്ലുമ്പോൾ ഇവനെ കാണാൻ ഒരു ആൽത്തറയുടെ മുകളിൽ കിടക്കണം, അമ്പലമാണ് അപ്പുറത്ത്, അമ്പലത്തിൻ്റെ അവിടെയുള്ള ആൽത്തറയെ കാണാൻ കിടക്കണം. അപ്പോൾ പറയും എല്ലാവരെയും മുൾമുനയിൽ നിർത്തി അവൻ വന്ന് കിടക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് സ്കൂട്ടർ നിർത്തിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പറയും എത്ര ആൾക്കാർ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നു, വീട്ടുകാർക്കും സമാധാനമില്ല, ഇവൻ എന്തായി കണ്ടണത്, എന്നിട്ട് പോയിട്ട് വിളിക്കുക അനി പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടുന്ന് വേഗം ചാടി നീക്കുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കും. നീ ഇത് എവിടെയായിരുന്നു, നിന്നെ അന്വേഷിച്ച് എല്ലാവരും ഓരോ വഴിക്ക് പോകും, നീ എന്താ ഈ ഫോൺ ഓഫാക്കി വെച്ച് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് പറയും. എനിക്ക് ഇവിടെയെങ്കിലും കിടന്ന് ഇത്തിരി സമാധാനം കിട്ടും, അവിടെ ഞാൻ ആരോ കൂടെ പോയി കിടക്കുന്ന വിഷസർപ്പാണ് അവളെ കൂടെ അവിടെ പോയിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സമാധാനം എനിക്ക് ഇവിടെ ഇരിക്കാനാണെന്ന് പറയും. നിൻ്റെ മുന്നിൽ വന്നാൽ നീയും എന്നെ വഴക്ക് പറയും, ഇതാണെന്ന് പറയും. ഇതിനൊക്കെ ഇവളെ ഫോളോ ചെയ്ത് വരുന്ന വേണു ഇതെല്ലാം കാണുന്നുണ്ട്. വേണു വീഡിയോ എടുക്കുകയാണ്, ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ അപ്പം ഇങ്ങനെ പറയുകയാണ് എന്താണ് അത് ശരി, അപ്പോൾ അവർ രണ്ടുപേരും ഒത്തിട്ടുള്ള പിന്നെ പരിപാടിയാണ് അല്ല. എന്തായാലും എൻ്റെ മൾക്ക് അവനെ വേണ്ട, ഇനി അവൾക്കും അവനെയും വേണ്ട, പിന്നെ അതാണ്ട് ഒഴിയുമ്പോൾ നല്ലൊരു അവൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം വാങ്ങണമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ പറയും അങ്ങനെ പറയും. അപ്പോൾ പറയും നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും നിനക്ക് എന്നെ ഇഷ്ടമല്ലേ നന്ദു, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു, നീ എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞു എന്നറിയാം. അപ്പോൾ പറയും ഞാനൊരു ഓഫീസറാണ്, നീ എന്താ അത് മനസ്സിലാക്കാത്തത്, നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് ആരാ പറഞ്ഞത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ അതിന് നമുക്ക് ഒരു പരിധികളില്ലേ എന്നറിയാണ്. അങ്ങനെയാണ് നന്ദു പറയുക, നന്ദു നിന്നെ എനിക്ക് മറക്കാൻ പറ്റുവാടാ,
നിൻ്റെ മുഖം മറന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് സന്തോഷം വരികയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് പിന്നെ അനി നന്ദുവിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് തന്നെ. അതിൽ എനിക്ക് സന്തോഷം വന്നിട്ട് അങ്ങനെ നന്ദുവിനെ പോയി ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഇവൾ ആദ്യം ഒന്ന് ഷോക്കാവാണ്. പിന്നെ അവളും അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവനെ. അപ്പോഴേക്കും വേണുവിന് സന്തോഷമായി. വേണു അതിങ്ങനെ വീഡിയോ എടുത്ത് ഒക്കെ ഫുൾ വീഡിയോ എടുക്കുക. ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി. അവർ അമ്പലമാണെന്നുള്ളൊരു ബോധം പോലും ഇല്ല. അവളും അവൻ്റെ ഒരു കെട്ടിപ്പിടുത്തം. അമ്പലത്തിൽ പോയി ഒളിച്ചോടി പോയി താലി കെട്ടിയെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അമ്പലത്തിൽ നിന്നിട്ട് വേണ്ടാത്ത പണിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും എന്താണ് പെട്ടെന്ന് ഇവള് ഇങ്ങനെ തള്ളി മാറ്റുകയാണ് അനീനെ. എന്നിട്ട് പറയും, നീ എന്താ ഈ ചെയ്യണേ അനി, നിനക്കെന്താ തീരെ സ്ഥലകാല ബോധമല്ലേ എന്നറിയും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ നന്ദു എന്നൊക്കെ പറയണം. അപ്പോൾ പറയും, ഇനിയും നീ എന്നോട് അങ്ങനെ കാണിച്ചാൽ ഞാൻ നാട് വിട്ടു പോകും, ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. പക്ഷെ ഒന്ന് ഞാൻ മരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. കാരണം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ, നീ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും എവിടെയെങ്കിലും പോയി ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം നന്ദു പറയും, നിന്നെയും കൊണ്ട് ഞാൻ തോറ്റു, ഞാൻ എന്ത് ചെയ്യും ഇനി എന്നിങ്ങനെ പരിതപിക്കുകയാണ് നന്ദു കേട്ടോ. അങ്ങനെ അവരുടെ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഇതൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റൽ. പക്ഷേ മുഴുവൻ ഇതും വേണു വീഡിയോ എടുത്തത് കാരണം ഇനി എന്താവോ എന്തോ. എന്തായാലും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ